ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് ഹെയർ ഫോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പം ശരിക്കും മുടി കൊഴിഞ്ഞു. ഇപ്പം എനിക്ക് ഡെലിവറി കഴിഞ്ഞ് 5 months സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് ഒരു 3 months കഴിഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ ഹെയർ ശരിക്ക് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നേരത്തെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ ഡെലിവറിക്ക് ശേഷം ഇപ്പം എനിക്ക് തലവേദന അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം ഞാൻ അങ്ങനെ തലയിലൊന്നും ചെയ്തിട്ടില്ല. എണ്ണ പോലും കച്ചി തേക്കാൻ പറ്റാത്ത ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ ഹെയർ എങ്ങനെയാണ് നേരത്തെ നോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ നോക്കാം, ആ ഒരു രീതി തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മളെ മില്ലിലൊക്കെ ആട്ടിക്കൊണ്ട് വരത്തില്ലേ, അത് കടയിൽ ഒന്നുമല്ല കേട്ടോ. കടയിലെ ഒന്നുമല്ല. നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാക്ക് ഇടാം. അതെന്തൊക്കെയാണ് കാണാം. ചെമ്പരത്തി ഇലയുടെ പൂവ്, അല്ല അടുക്ക് ചെമ്പരത്തി ഉണ്ടല്ലോ, അതിൻ്റെ പൂവും മുട്ടും, പിന്നെ അതിൻ്റെ കിളുന്നില ഉണ്ടല്ലോ, അതായത് അതിൻ്റെ കിളുന്നില ഉണ്ടല്ലോ, അതായത് കിളിച്ച് വരുന്നില്ല അതും. ഇനി കറ്റാർവാഴ ഇത്രയും വേണ്ട കേട്ടോ, പകുതി മതി, കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇത് ഇത്രയും നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് ആദ്യം അടിച്ചുകൊണ്ട് വരാം. ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പാത്രത്തിൽ എടുത്തത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി ആൻഡ് കറി ലീഫ് പൗഡറാണ്. 1 സ്പൂൺ. അതാണ്ട് ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ലപോലെ മസാജ് ചെയ്ത് ഹെയർ ഫുള്ള് തേച്ച് വെച്ച് ഒരു 20 minutes അല്ലെങ്കിൽ 30 minutesോളം വെച്ച് നമുക്കൊരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്ത് കഴുകി കളയാവുന്നതാണ്. ഇതാട്ടോ അപ്പോൾ ഹെയർ ഉണങ്ങിയതിന് ശേഷമുള്ള ലുക്ക്. ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. വീക്കിലി ഒരു 3-4 days ഒക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസും ഈ ഒരു നാച്ചുറൽ റെമഡി കൊണ്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.